നമസ്കാരം. ഭാരം കയറ്റി പോവുകയായിരുന്ന ഒരു ലോറി പാലത്തിൻ്റെ അടിയിൽ ഞെരുങ്ങിപ്പോയി. വണ്ടി തള്ളി മാറ്റാൻ പോലും കഴിയാത്ത അവസ്ഥ. ആളുകളെല്ലാം ഓടിക്കൂടി. ഒരു കൂട്ടർ പറഞ്ഞു പാലം പൊളിക്കണമെന്ന്, മറ്റൊരു കൂട്ടർ പറഞ്ഞു ലോറി പൊളിച്ചു മാറ്റേണ്ടി വരുമെന്ന്. ആകെ പ്രശ്നമായി. അപ്പോൾ അതുവഴി വന്ന ഒരു കൊച്ചുകുട്ടി പറഞ്ഞു ടയറിൻ്റെ കാറ്റ് അഴിച്ചു വിട്ടാൽ മതിയെന്ന്. അങ്ങനെ ചെയ്തതോടെ പാലത്തിൻ്റെ അടിയിൽ ജാമായ വണ്ടി മുന്നോട്ടെടുക്കാനായി. നിരൂപകനായ എം കൃഷ്ണൻ നായർ കലാകൗമുദി വാരികയിലെ കോളമായ സാഹിത്യ വാരഫലത്തിൽ എഴുതിയ ഒരു കഥയാണിത്. കൊച്ചു പിള്ളേർ വരെ പിണറായി വിജയൻ്റെ കാറ്റഴിച്ചു വിടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പഞ്ചറായാലും കാറ്റ് പോകില്ല എന്ന ടയറിൻ്റെ പരസ്യം പോലെയാണ് പിണറായി വിജയൻ്റെ ഭരണവും പരിപാടികളും. എന്നാൽ ഇത്തിരി പോകുന്ന കുഞ്ഞുങ്ങൾ വരെ പിണറായി വിജയൻ്റെ പോലീസിന് മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്നു. മറ്റൊരു പെൺകുട്ടി മുത്തശ്ശന്റെ പ്രായമുള്ള പിണറായി വിജയനോട് ചോദിക്കുന്നു, മുഖ്യമന്ത്രിക്ക് ബുർജ് ഖലീഫയുടെ അത്രയും ഉയരമുണ്ടോ എന്ന്. ഞാൻ ഇന്ന് മുഖ്യമന്ത്രി നജീബ് അങ്കിളിനെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിരുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, മുഖ്യമന്ത്രിക്ക് ബുർജ് ഖലീഫിന് ഇത്ര ഹൈറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ആ കസേരയിലിരുന്ന ആർക്കെങ്കിലും ഇത്ര ഹൈറ്റ് ഉണ്ടോ? ഇങ്ങനെ കുഞ്ഞുങ്ങൾ ഭരണകൂടത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന കാലത്തെ ജനാധിപത്യം ഗുണം പിടിച്ചു തുടങ്ങും. തിരുവനന്തപുരത്ത് ആരെങ്കിലും ഒരു പ്രകടനം നടത്തിയാൽ റോഡ് അടച്ചു കെട്ടി പോലീസ് അതിന് പിന്നിൽ നിൽക്കുകയായി. ചാവാൻ തുടങ്ങുന്നവരെയും കൊണ്ടുവന്നാലും വഴി കൊടുക്കില്ല. സമരക്കാർ ബാരിക്കേഡുകൾ കുലുക്കി സമരവീര്യം പ്രകടിപ്പിച്ച് മുദ്രാവാക്യങ്ങൾ വിളിക്കും. അവരെ തണുപ്പിക്കാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കും. സമരക്കാർ അടിച്ചു നനച്ച് കുളിച്ച് പിരിഞ്ഞു പോകും വരെ ജനജീവിതം സ്തംഭിക്കും. ഇത്തരമൊരു ബാരിക്കേഡിന് മുമ്പിലേക്കാണ് ഒരു സ്കൂൾ കുട്ടി ധൈര്യപൂർവ്വം കടന്നു ചെന്ന് വഴിമാറടാ മുണ്ടയിൽ വിജയൻ്റെ പോലീസേ എന്ന് പറഞ്ഞത്. ഒന്നുകിൽ എന്നെ അപ്പുറത്ത് വിടണം, അല്ലെങ്കിൽ എനിക്ക് ചോറ് കൊണ്ടു തരണം. പിള്ളേരല്ലേ പിണ്ണാക്കല്ലേ എന്ന ഭാവത്തിൽ കുറേ നേരം ലാത്തി മാമന്മാർ നോക്കി നിന്ന് ചിരിച്ചു. പിന്തിരിയാൻ അവൻ ഭാവമില്ലെന്നറിഞ്ഞ കൂടെ വഴി നൽകേണ്ടി വന്നു. ഈ വിഷയത്തിൽ എനിക്കൊന്നും പ്രതികരിക്കാനില്ലെന്ന് മൗദൂദി ചാനലുകാരനോട് അവൻ പറയുകയും ചെയ്തു. തൻ്റെ അവകാശം എന്താണെന്നും ഔചിത്യം എന്താണെന്നും ഒറ്റ സീനിൽ തന്നെ അവൻ കാണിച്ചു കൊടുത്തു. കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ഉയരക്കുറവിൻ്റെ പേരിൽ ഒരു MLA കളിയാക്കിയതിന് ഒരു പെൺകുട്ടി പ്രതികരിച്ച രീതി കമ്മികളുടെയും കാരണഭൂതൻ്റെയും തൊലി പൊളിക്കുന്നതായിരുന്നു. തിന്നുന്ന വായ കൊണ്ട് ആരെയും ആട്ടാമെന്ന് കരുതുന്ന ചിലരുണ്ട്. എനിക്ക് ഉയരക്കുറവാണെന്നും അതിൻ്റെ വേദന എനിക്കറിയാമെന്നും പറഞ്ഞ് ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, മുഖ്യമന്ത്രിക്ക് എന്താ ബുർജ് ഖലീഫയുടെ അത്രയും ഉയരമുണ്ടോ എന്ന്. സത്യത്തിൽ ഈ ഒരൊറ്റ ചോദ്യം മതി ഈ മനുഷ്യൻ്റെ സർവ്വപ്രതാപത്തിൻ്റെയും പത്തിമടങ്ങാൻ. 828 മീറ്റർ ഉയരമുണ്ട് ബുർജ് ഖലീഫയ്ക്ക്. 8.25 8 കൊന്നത്തെങ്ങ് പൊക്കി വെച്ചാലും കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അതിൻ്റെ പരിസരത്തെത്താൻ കഴിയില്ല. പിണറായി ഒരുപക്ഷെ പഴയ പിണറായി ആയിരിക്കും, പക്ഷേ പിള്ളേര് പഴയ പിള്ളേരല്ല. വടിവാളിനും ബോംബിനും ഇടയിൽ കൂടി നടന്ന മുഴുപ്പൊക്കെ പറഞ്ഞു നടന്നാൽ അവർ ഗൗനിച്ചേക്കില്ല. പണ്ടത്തെ കുറേ മൂപ്പിലാന്മാരുണ്ട്. ആയ കാലത്ത് ഞാൻ കുറേ ചെയ്തതാണ് എന്ന് പൊങ്ങച്ചം പറയും. എന്തുവാ നിങ്ങൾ ചെയ്തതെന്ന് ചോദിച്ചാൽ ഒന്നും പറയാനുമില്ല. ആറ്റിൽ ചാടി ഊപ്പയെ പിടിച്ചതും ശത്രുവിനെ അടിച്ചതും കടത്തുകൂലി ചോദിച്ച വള്ളക്കാരനെ തല്ലിയതും വാടകയ്ക്കെടുത്ത സൈക്കിൾ ആറ്റിൽ തള്ളിയതുമൊക്കെ പറയാമെന്ന് മാത്രം. പിണറായി 8.25 അട്ടിവെച്ച ശേഷം ബാക്കി വൃത്തികേട് പറയാൻ ക്യാബിനറ്റിലെ മസിൽമാന്മാരെ ചുമതലപ്പെടുത്തി മരുമകനെയും കൂട്ടി ദില്ലിക്ക് പോയി. തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ചില നീക്കുപോക്കുകൾ ചെയ്യേണ്ടതുണ്ട്. വരുമ്പോഴേക്കും ബാക്കി ചെമ്പ് കൂടി തെളിഞ്ഞു കിട്ടും. അതിനുശേഷം വീണ്ടും കെട്ടുമുറുക്കി സഞ്ചാരത്തിന് ഇറങ്ങുന്നു പോലും. ഇനി അധികകാലമില്ല. മൂന്നാം വരവൊക്കെ വെറുതെ ഒരു പ്രതീക്ഷ മാത്രമാണ്. BJPക്കാരും RSSകാരുമായി ഡീലുണ്ടാക്കിയാലും അണികളിനി കുത്തിത്തരുമെന്ന് കരുതേണ്ടതില്ല. തൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം ചോദിച്ചു മേടിച്ച കുട്ടിയെയും പിണറായിക്കെതിരെ പ്രതികരിച്ച പെൺകുട്ടിയെയും വരെ അന്തം കമ്മികൾ ആക്ഷേപിക്കുകയാണ്. അംഗൻവാടിയിലെ ശംഖുവിന് ബിരിയാണി ഓർഡർ ചെയ്ത ശേഷം വീണ ജോർജിനെ പിന്നെ കണ്ടിട്ടില്ല. പിള്ളേര് ബിരിയാണി തിന്നും അടുത്തു. ശിവൻകുട്ടി വക മുട്ടാവിയൽ വേറെ. ആശുപത്രിയുടെ പിഴവ് കാരണം കൈനഷ്ടമായ കുട്ടിയോട് എന്താണ് ഈ വീണ ജോർജ് സ്നേഹാനുഭൂതി കാണിക്കാത്തത്? ഇവർ പറയുന്ന ബാലാവകാശമൊക്കെ കേട്ടാൽ ചാപിള്ളകൾ പോലും ചിരിക്കും. ഒരിക്കൽ കോടിയേരിയുടെ വീട്ടിൽ ED റെയ്ഡ് നടത്തിയത് ഓർമ്മയുണ്ടാകും. അമ്മയും ബന്ധുക്കാരും ഒക്കെ കുഞ്ഞിനൊപ്പം ഉണ്ടായിട്ടും അതിൻ്റെ ബാലാവകാശം ഹനിച്ചു എന്ന് നിലവിളിച്ചുകൊണ്ട് ബാലാവകാശ കമ്മീഷനും സഖാക്കളും വീടിൻ്റെ ഗേറ്റിന് മുമ്പിൽ ചെന്ന് നിന്ന് എന്ത് കസർത്തായിരുന്നു. കുഞ്ഞിന് ബിസ്ക്കറ്റ് കൊടുക്കാൻ പറ്റിയില്ല, പാല് കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയായിരുന്നു വാദം.
ഇവിടെ ഇതാ നമ്മൾ ആദ്യം കണ്ട കുട്ടിയോട് കമ്മികൾ ചോദിക്കുന്നത് കുഞ്ഞിന് വിശപ്പുണ്ടെന്ന് മനസ്സിലായെന്നാണ്. മാതാപിതാക്കൾ നല്ലതുപോലെ ഭക്ഷണം നൽകി വളർത്തുന്നതാണോ അന്തങ്ങളെ കുഴപ്പം? ഇതുപോലെ നൂറുകണക്കിന് കുട്ടികൾ പ്രതിഷേധമായിട്ടിറങ്ങി ഉയരക്കുറവിനെ പരിഹസിച്ച മുഖ്യനെ കൊണ്ട് മാപ്പ് പറയിക്കണം. ഭിന്നശേഷിക്കാരിറങ്ങി ആ ചന്തിരഞ്ജനെ കൊണ്ട് മാപ്പ് പറയിക്കണം. വെറിമൂത്താൽ തെറിമൂക്കുമെന്ന അവസ്ഥയിലായിരിക്കുന്നു കേരളത്തിലെ വളിപ്പൻ വിപ്ലവകാരികളുടെ സ്വഭാവ രീതി. ഇത്രയും വലിയ ദേഹനിന്ദ നടത്തിയ പോളിറ്റ് ബോറൻ കൂടിയായ മുഖ്യനെ ഒന്ന് തിരുത്താൻ അഖിലേന്ത്യാ ബേബിക്ക് ധൈര്യമുണ്ടോ? പുരോഗമനമായാലും സംസ്കാരമായാലും സൽഭരണമായാലും എല്ലാം ഈ പിണറായിയെയും പാർട്ടിയെയും കണ്ടുപഠിക്കണം. ക്യാബിനറ്റിലാണെങ്കിൽ ചേലത്ത സുന്ദരന്മാർ ഏറെയുണ്ട്. ആരോമൽ ചേകവരും കണ്ണപ്പനുണ്ണിയും തുമ്പോലാർച്ചയും ഉണ്ണിയാർച്ചയും വേറെ. മറുവശത്തുള്ളതോ മുക്കാലട്ടി പൊക്കമുള്ളവർ, കൈകളില്ലാത്തവർ, ആഭാസന്മാർ, ഗുണ്ടകൾ. നിയമസഭയിൽ എന്ത് തെമ്മാടിത്തരം വേണമെങ്കിലും ഇവർക്ക് പറയാം. പ്രിവിലേജാണ് സാർ, പ്രിവിലേജ്. നിയമസഭയിലെ പരാമർശത്തിനെതിരെ ഹൈക്കോടതിക്ക് പോലും കേസെടുക്കാനുമാകില്ല. സഭാനാഥൻ കനിഞ്ഞാൽ ചിലപ്പോൾ രേഖയിൽ നിന്ന് നീക്കിയെന്ന് വരും. അവർ പ്രതിപക്ഷത്തിൻ്റെ തലയിൽ എഴുതുന്നതൊന്നും ആർക്കും വായിക്കാൻ കഴിയുന്നതല്ല. ഓലയിൽ എഴുതിയതും തലയിൽ എഴുതിയതും അങ്ങനെ തന്നെ കിടക്കും. ഇനി പിള്ളേരുടെ വായിൽ നിന്ന് വല്ലതുമൊക്കെ കേട്ടു തുടങ്ങുമ്പോഴേ പഠിക്കൂ. അതിൻ്റെ തുടക്കമായി കഴിഞ്ഞു.